BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മഴ തിമിർത്ത് പെയ്തിട്ടും കുടിക്കാൻ ശുദ്ധജലമില്ലാതെ വലഞ്ഞ നാട്ടുകാർ. ജല അതോറിറ്റിയുടെ ശുദ്ധജല പൈപ്പിലൂടെ തുള്ളിവെള്ളം വന്നിട്ട് ദിവസങ്ങളായെന്ന് ഇവർ ആരോപിക്കുന്നു. നഗരത്തിന്റെ തെക്കേ അറ്റത്തുള്ള തെക്കുംഭാഗം പ്രദേശത്തെ മേക്കര പാർക്കിന് സമീപം പാവംകുളങ്ങര ഭാഗം അഗ്നിശമന സേന കാര്യാലയത്തിന് സമീപം വെള്ളം എത്തിയിട്ടും 16 ദിവസമായി. വടക്കേ അറ്റത്തുള്ള ഏരൂർ വാളക്കാട് ലൈൻ, പൾസ് നഗർ റോഡ്, വേലംപറമ്പ്, കറുകപ്പാടം റോഡിന്റെ ചില ഭാഗങ്ങളിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശുദ്ധജലക്ഷാമം രൂക്ഷം. 2 മാസത്തിലേറെയായി ഇവിടെ വെള്ളം ലഭിച്ചിട്ടെന്നും നാട്ടുകാർ പറയുന്നു. കടുത്ത വേനലിൽ അനുഭവിച്ച പോലെ ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുകയാണ് ഇവർ. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവിടെ പൈപ്പ് വഴി ശുദ്ധജല വിതരണം. മഴയത്തും വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നഗരവാസികൾ. ഏരൂർ മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സമരം നടത്തിയിരുന്നു. ചൂണ്ടി ശുദ്ധജല പദ്ധതിയിൽ നിന്നാണ് തൃപ്പൂണിത്തറ മേഖലയിൽ വെള്ളം എത്തുന്നത്. ചൂണ്ടിയിൽ ഉണ്ടാകുന്ന വൈദ്യുതി തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. 6 തവണയിലധികം തന്റെ വാർഡിൽ പലർക്കായി ടാങ്കർ ലോറികളിൽ ശുദ്ധജലം എത്തിച്ചു നൽകിയിരുന്നു. പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാൻ ജല ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ലെന്നും കൗൺസിലർ KR രാജേഷ് ആരോപിച്ചു. മത്സ്യക്കുരുതി ഉൾപ്പെടെ പെരിയാറിൽ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കമ്മിറ്റി അന്വേഷണം പൂർത്തിയാക്കി. 2 ദിവസത്തെ അന്വേഷണത്തിൽ പെരിയാറിലേക്ക് മാലിന്യം ഒഴുകിയെത്തുന്ന പ്രധാന തോടുകളും പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന് താഴോട്ടുള്ള ഇരുതീരങ്ങളിലെയും മലിനജല നിർഗമന കുഴലുകളും ഫാക്ട്, HIL, മെർക്കം, CMRL തുടങ്ങിയ വ്യവസായശാലകളിലും പരിശോധന നടത്തി. സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് റീജിയണൽ ഡയറക്ടർ J ചന്ദ്രബാബു, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ S ശ്രീകല എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് അന്വേഷണം നടത്തിയത്. കളക്ടറേറ്റിൽ യോഗം ചേർന്ന ശേഷമാണ് 2ാം ദിവസ കമ്മിറ്റി അംഗങ്ങൾ പെരിയാർ സന്ദർശിക്കാനെത്തിയത്. വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് കേരള ലോട്ടറി ടിക്കറ്റുകളുടെ വിവിധ സീരീസുകളിലെ ഒരേ നമ്പർ ചേർത്ത് സെറ്റ് ടിക്കറ്റ് വിൽപ്പന വ്യാപകമാകുന്നതിനെതിരെ ചില്ലറ വ്യാപാരികൾ നാടുതോറും നടന്നും മുച്ചക്ര സൈക്കിളിൽ സഞ്ചരിച്ചും ലോട്ടറി ടിക്കറ്റുകൾ വിൽപ്പന നടത്തി ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ തുച്ഛമായ വരുമാനം പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ അനധികൃത വിൽപ്പന നടത്തുന്നവരെ തടയണമെന്നാണ് ആവശ്യം. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒരിടത്തും പോകാതെ തന്നെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്താമെന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രത്യേകത. ഓരോ പ്രദേശത്തും ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാൻ താല്പര്യമുള്ളവരെ ചേർത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് വിൽപ്പന നടത്തുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ടിക്കറ്റുകളുടെ ചിത്രങ്ങളും നമ്പറും അയച്ചു നൽകും. നമ്പർ തിരഞ്ഞെടുത്ത് ടിക്കറ്റുകളുടെ തുക ഗൂഗിൾ പേ, ഫോൺ പേ വഴി നൽകണം. എടുക്കുന്ന നമ്പറിൽ സമ്മാനം കിട്ടിയാൽ സമ്മാന തുകയും സമാനമായ രീതിയിൽ അയച്ചു നൽകും. വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കേരള ലോട്ടറി അവസാന അക്ക പ്രവചന മത്സരം, സമ്മാനമടിക്കുന്ന അവസാന 4 അക്ക സംഖ്യ പ്രവചന മത്സരം തുടങ്ങിയ പലതരം തട്ടിപ്പുകളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഉയരപ്പാത നിർമ്മാണ സ്ഥലത്തെ കുണ്ടും കുഴികളും നിറഞ്ഞ റോഡിൽ ഇന്നലെയും 3 വാഹനങ്ങൾ കുഴിയിലകപ്പെട്ടു. ചന്ദ്രൂർ സെന്റ് മേരീസ് പള്ളിയുടെ മുന്നിലുള്ള കുഴിയിൽ വാഴക്കൊല കയറ്റിയ മിനി ലോറിയാണ് മറിഞ്ഞത്. ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. മറ്റ് 2 വാഹനങ്ങൾ കുഴിയിലേക്ക് ഇരുന്ന് പോവുകയായിരുന്നു. മഴ തിമിർത്ത് പെയ്യുന്നതോടെ ഓരോ ദിവസവും കുഴികളുടെ ആഴവും വ്യാപ്തിയും വർദ്ധിക്കുകയാണ്. ബൈക്കുകൾ കുഴിയിലകപ്പെട്ട് മറിയുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നതും തുറവൂർ മുതൽ അരൂർ വരെ പതിവ് കാഴ്ചയായി. ദേശീയപാതയോരത്ത് ഉൾറോഡുകളിലുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിലെത്താനും തിരികെ വീട്ടിലെത്താനും ഏറെ ക്ലേശിക്കുകയാണ്. സ്കൂളിലേക്ക് കടക്കണമെങ്കിൽ റോഡിലെ വെള്ളക്കെട്ടിലൂടെ നീന്തേണ്ട അവസ്ഥയാണ്. കാൽനടക്കാർക്ക് റോഡ് വശങ്ങളിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഉയരപ്പാതയ്ക്ക് തൂണുകൾ കോൺക്രീറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ നിലവിലെ ഇരുമ്പ് വേലി മാറ്റുകയാണെങ്കിൽ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ചേർത്തല എറണാകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളിൽ പലതും ചാലുകൾ നഷ്ടപ്പെടുന്നത് മൂലം സർവീസ് നിർത്തി. ചില ബസ്സുകൾ എരമല്ലൂർ വരെ സർവീസ് നടത്തുകയാണ്. ഒട്ടേറെ കുഴികളിൽ ചാടുന്നത് മൂലം ബസ്സുകൾക്ക് ദിവസവും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യമാണെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. ഇതുമൂലം സാമ്പത്തിക നഷ്ടവും ഏറെയാണ്. തുറവൂരിൽ നിന്ന് അരൂർ വരെ എത്താൻ നിലവിൽ 2 മണിക്കൂർ വേണ്ട അവസ്ഥയാണ്. 12.75 കിലോമീറ്റർ പാത നേരത്തെ സഞ്ചരിക്കണമെങ്കിൽ 20 മിനിറ്റ് സമയം മതിയായിരുന്നു. അരൂർ ബൈപ്പാസ് കവലയിൽ നിന്ന് അരൂർ ക്ഷേത്രം കവല വരെ 3 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി വന്നതും 1 മണിക്കൂർ.
മണിക്കൂർ. കുഴികളിൽ പെയ്ത്തുവെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ കുഴികളുടെ ആഴമറിയാതെ വാഹനങ്ങളുടെ ചക്രങ്ങൾ പുതഞ്ഞു പോകുന്നതും പതിവ് കാഴ്ചയാണ്. ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ പോലീസുകാരൻ മുങ്ങി മരിച്ചു. അങ്കമാലി കുറുമശ്ശേരി സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. ഹിൽ പാലസ് MR ക്യാമ്പിന് സമീപമുള്ള ക്ഷേത്രക്കുളത്തിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അടുത്തിടെയാണ് ശ്രീജിത്ത് പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പോലീസ് സേനയുടെ ഭാഗമായത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി 7 മുതൽ ബുധനാഴ്ച രാവിലെ 6 വരെയാണ് ശ്രദ്ധ വേണ്ടത്. മണ്ണിടിച്ചിൽ ഭീഷണി ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും കളക്ടർ അറിയിച്ചു. തിങ്കളാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയിൽ പറവൂർ വടക്കേക്കര ആളംതുരത്തിനടുത്തുള്ള പനച്ചിക്കൽ PV തങ്കപ്പന്റെ വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ചൊവ്വാഴ്ച രാവിലെ മൂവാറ്റുപുഴ തിരുമാറാടി വാഴക്കാലയിൽ ജയ്മോന്റെ വീടിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണു. വീടിന് ഭാഗികമായ നാശനഷ്ടമുണ്ടായി. ആലുവ ചെങ്ങമനാട് വില്ലേജിൽ റീന ടോമി കരുമത്തി, ജോയ് പോൾ പുത്തൻ വീട് കരുമത്തി, ഇസ്മായിൽ പള്ളിപ്പുറത്താൻ, സിദ്ദീഖ് മണിയമ്പാറ, വിൽസൺ പാറക്ക, ഹസൻ കല്ലറക്കൽ എന്നിവരുടെ വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു. വൈപ്പിൻ തീരത്ത് കടൽക്ഷോഭം ഇന്നലെയും തുടർന്നു. ശക്തമായ തിരമാലയിൽ പലയിടത്തും തീരം തകർന്നു. ചെറായി ബീച്ചിൽ സന്ദർശകർക്കുള്ള നടപ്പാതയുടെ അടിഭാഗത്തെ മണൽ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കടൽഭിത്തി തകർന്നു കിടക്കുന്ന പഴങ്ങാട് തീരത്ത് വൻതോതിൽ വെള്ളം കരയിലേക്കെത്തി. മണൽവാട ഉണ്ടെങ്കിലും പോക്കറ്റ് റോഡുകൾ വഴി വെള്ളം സമീപത്തെ വീടുകളുടെ അടുത്തുവരെ ഒഴുകിപ്പരന്നു. രാവിലെ 11 മണിയോടെ ആരംഭിച്ച കടലിളക്കം വൈകിട്ടാണ് ശക്തി പ്രാപിച്ചത്. മറ്റ് തീരങ്ങളിലും കടൽക്കയറ്റമുണ്ടായെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം തൽക്കാലമില്ല. എന്നാൽ വെള്ളക്കെട്ടും മറ്റും മൂലം ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ചെറായി ബീച്ച് നേരത്തെ തന്നെ തീരം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നടപ്പാതയുടെ അടിഭാഗത്തുള്ള മണൽത്തിട്ട ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിൽ. മഴക്കാലത്ത് കടലിൽ ഇറങ്ങാൻ കഴിയാത്ത സന്ദർശകർ കാഴ്ചകൾ ആസ്വദിക്കാൻ കൂടി നിൽക്കുന്ന സ്ഥലമായതിനാൽ നടപ്പാതയ്ക്ക് സംഭവിച്ചിട്ടുള്ള ബലക്ഷയം പരിശോധിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.